മാനസിക രോഗങ്ങളെ കാര്യമായിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയും, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിൽ വരാറുള്ളത് പൊതുവേ നമുക്കെല്ലാം അറിയാവുന്ന ഉത്കണ്ഠ രോഗങ്ങൾ, ഡിപ്രഷൻ, ബൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള മൂഡ് ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡറിലൊക്കെ പെടുന്ന കുറച്ച് അസുഖങ്ങളാണ്. സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ വരാറുള്ളത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള സ്കിസോഫ്രീനിയ, അതുപോലെ തന്നെ ഡെലൂഷണൽ ഡിസോർഡർ പോലെയുള്ള സംഗതികളാണ്. ഇതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് അവർക്ക് മനസ്സിലാകും എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്കുണ്ട്, മാറ്റേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് എന്നുള്ളത് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. സൈക്കോട്ടിക് ഡിസോർഡറുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് പറയുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഡിസോർഡറാണ് സ്കിസോഫ്രീനിയ, അതുപോലെ തന്നെ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെലൂഷണൽ ഡിസോർഡറിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഫർഹാൻ, കോൺവോ വെൽനസ് സെൻറ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. വിശ്വാസങ്ങൾ സാധാരണഗതിയിൽ കുറേയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റും. പക്ഷേ ഒട്ടും മാറ്റാൻ പറ്റാത്ത ചില വിശ്വാസങ്ങൾ കൊണ്ട് ചില ആളുകൾ നടക്കാറുണ്ട്. അങ്ങനെ മാറ്റാൻ പറ്റാത്ത വിശ്വാസങ്ങളും മാറ്റാൻ പറ്റുന്ന വിശ്വാസങ്ങളുണ്ട്. ഈ മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ തയ്യാറല്ലാത്ത വിശ്വാസങ്ങൾ തെറ്റുകൂടിയാണെങ്കിലും, അഥവാ ഫാൾസ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള അൺഷേക്കബിൾ ബിലീഫ്സിനെയാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയാറുള്ളത്. ആ ഡെലൂഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ ദൈവവിശ്വാസം, ചില ആളുകൾക്ക് ദൈവമുണ്ട് എന്നുള്ളത് മാറ്റി തിരുത്താൻ പറ്റാത്ത വിശ്വാസമാണ്. അത് തെറ്റോ ശരിയോ എന്നുള്ളത് നിർണ്ണയിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഡെലൂഷൻ എന്നും പറയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ട് മറ്റുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ അത് നല്ല പൊട്ടത്തരമാണ്, അബദ്ധമാണ് എന്നുള്ളത് മനസ്സിലാവുകയും എന്നാൽ അയാൾ അതങ്ങനെ തന്നെയാണ് ആ കാര്യം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, അത് തെറ്റാണ് എന്നുള്ളത് അയാൾക്ക് ബോധ്യമില്ല, പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ഒറ്റ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഇങ്ങനെയുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് അയാളുടെയും ചുറ്റുമുള്ള ആളുകളുടെയും ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. പൊതുവെയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാടൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു സിനിമാ നടിയും ഞാനുമായിട്ട് ഭയങ്കര പ്രേമത്തിലാണ് ഒരുപാട് കാലങ്ങളായിട്ട് എന്ന് വിശ്വസിക്കുന്നത്, ചിലപ്പോഴൊക്കെ ഞാൻ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നത്, എന്നെ ദൈവം നേരിട്ട് അയച്ചതാണ് എന്ന് വിശ്വസിക്കുന്നത്, എനിക്ക് എന്തൊക്കെയോ സൂപ്പർ പവറുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്നത്, എൻ്റെ ഭാര്യ എപ്പോഴും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾ എപ്പോഴും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള മാറ്റിത്തിരുത്താൻ പറ്റാത്ത വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു ഡെലൂഷണൽ ഡിസോർഡർ ആവും. അപ്പോൾ മാറ്റിത്തിരുത്താൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ചിലപ്പോഴൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾ പറയുന്നത് എൻ്റെ ഭാര്യ എന്നെ ചതിക്കുന്നതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾ എന്നെ കൊല്ലുമോ എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നത് വിശ്വാസമല്ല, അത് തോന്നലാണ്. അയാൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് അയാൾ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ ചതിക്കുകയാണ് എന്നുള്ള വിശ്വാസമായിരിക്കും. അതിനെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മൾ അവരോട് അതിനുള്ള തെളിവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള തെളിവുകൾ അവർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തു കൊണ്ടുവരും. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇതും അതും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്നുള്ളത് ഒറ്റ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ അവർക്കത് ഭയങ്കര കണക്ഷനായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഒരുപാട് ടൈപ്പ് ഡെലൂഷണൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ സംശയരോഗമാണ് എന്ന് പറയുന്നത്. സംശയരോഗം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാറുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടും വരാറുണ്ട്, ഡെലൂഷണൽ ഡിസോർഡർ ആയിട്ടും വരാറുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്ന സമയത്ത് മിക്കവാറും എല്ലാ സമയങ്ങളിലും ആദ്യം മുതലേ അങ്ങനെ സംശയിച്ച് വരുന്നതായിരിക്കാം. പക്ഷേ ഡെലൂഷണൽ ഡിസോർഡറിൽ അതുവരെ ഇല്ലാതെ പെട്ടെന്ന് അങ്ങനെയുള്ള സംശയം ഉടലെടുക്കുന്നതായിരിക്കാം ഡെലൂഷണൽ ഡിസോർഡറിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഡെലൂഷണൽ ഡിസോർഡറിൽ നമ്മൾ അതിനെ പറയുക ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്നുള്ളതാണ്. ഇൻഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഏതെങ്കിലും രീതിയിൽ സംശയിക്കുക, അയാളുടെ ഒരു സത്യസന്ധതയിൽ അവിശ്വസിക്കുക എന്നുള്ളതാണ് ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾക്ക് വേറെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അയാൾ വേറെ ആരോ ആയിട്ട് ചുറ്റാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിക്കുക, എന്നെ തീരെ ഇഷ്ടമില്ല എന്നുള്ളത് വിശ്വസിക്കുക, എന്നെ എന്തോ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നടക്കുന്നത്, ഭാര്യ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ, എന്നിട്ട് എന്നെ നശിപ്പിച്ചിട്ട് മറ്റേ ആളുടെ കൂടെ പോകാനാണ് എന്നുള്ള ആ രീതിയിലൊക്കെ വിശ്വസിക്കുന്നതാണ് ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് മാത്രമായിരിക്കില്ല അവിടെ പ്രശ്നം. ഭാര്യ
ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുഡ് കഴിക്കാൻ കൂട്ടാക്കില്ല. ഒരു പച്ച വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് കുടിക്കാൻ കൂട്ടാക്കില്ല. അത് സ്വന്തം കൺമുമ്പിൽ നിന്ന് ഒരു പൈപ്പിൽ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും മുമ്പെപ്പോഴോ അതിൽ വിഷം നിറച്ച് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നുള്ളതായിരിക്കും വിശ്വസിക്കുക. മുഴുവൻ സമയവും അയാളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലും അയാൾ കണ്ണ് തെറ്റാതെ നോക്കിയിരിക്കും. കാരണം കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പുറത്തോ പുറത്തോ അയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അയാൾ വന്നിട്ട് കൂടെ പോകും എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിക്കും. എന്നിട്ട് അതിൻ്റെ തെളിവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് ഇപ്പം നമ്മളിവിടെ ഒന്നും ആളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ പറയും ഇപ്പം ഒന്നും കാണില്ല, എൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം അയാൾ അവിടുന്ന് ഇവിടുന്ന് എണീച്ച് വരും, ആ മരത്തിൻ്റെ ചോട്ടിലുണ്ടാവും അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിലുണ്ടാവും. ഇപ്പോൾ കട്ടിൻ്റെ അടിയിൽ ഇല്ലല്ലോ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, പക്ഷേ ഞാനൊന്ന് മാറിക്കഴിഞ്ഞാൽ അയാൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് കട്ടിൻ്റെ അടിയിൽ കയറ്റും, എന്നിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ അവർ ബന്ധത്തിലാവും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും സംശയങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്ത് തന്നെ നമ്മൾ അങ്ങോട്ട് തെളിവുകൾ ചോദിച്ചു കഴിഞ്ഞാലും അതങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരത് എടുക്കില്ല. അതിനൊക്കെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നിട്ട് അത് തന്നെ വിശ്വസിക്കും. അതിനെയാണ് അൺഷേക്കബിൾ ആയിട്ടുള്ള ബിലീഫ്സ് എന്ന് പറയുന്നത്. അഥവാ എന്ത് തന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അതിനെ മാറ്റാൻ പറ്റാത്ത വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി ആണ് പ്രധാനപ്പെട്ട ഒരു ഡെലൂഷണൽ ഡിസോർഡർ ആയിട്ട് പറയാറുള്ളത്. രണ്ടാമത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെലൂഷനാണ് ഡെലൂഷൻ ഓഫ് പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്നെ ആരെങ്കിലും എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ കൊല്ലാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്നെ തകർക്കാൻ നിൽക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം. നമ്മളുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ള ഒരു കേസ്, അപ്പോൾ അയാൾ ഉമ്മാനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മാനെയും കൊണ്ട് വന്നിട്ട് അവർ പറയുന്നത് ഉമ്മാക്ക് എന്നെ ഇഷ്ടമല്ല, ഉമ്മാക്ക് എങ്ങനെയെങ്കിലും എന്നെ തകർത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് തകർക്കണേ എന്ന് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് എന്താണ് എൻ്റെ മുമ്പ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ഹസ്ബൻഡ് അയാൾ കള്ളുകുടിയും കഞ്ചാവും ഒക്കെയാണ്, എപ്പോഴും സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ഉള്ള ആളാണ്. അത് ഉമ്മാക്ക് അറിയാം എന്നിട്ട് കൂടി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എന്ത് ചെയ്യുന്നു, അയാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ അയാളുടെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളിൽ നിന്ന് ഡിവോഴ്സ് നേടാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ഉമ്മാനോടും എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അവരാരും അതിന് സമ്മതിക്കണില്ല. സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം നശിച്ച് കാണാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ പാരൻസ് സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾക്ക് അങ്ങനത്തെ ഒരു അബ്യൂസും കാര്യങ്ങളൊന്നുമില്ല, കള്ളോ കഞ്ചാവോ പോലെയുള്ള യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരാളാണ്, നല്ലൊരു ഭർത്താവായിരുന്നു. അപ്പോൾ അയാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമ്മതിക്കാത്തത്. ഈ സമ്മതിക്കാത്തതിനെ ഈ കുട്ടി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബന്ധത്തിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് വീട്ടുകാർ നിർബന്ധിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനുള്ള തെളിവുകൾ ചോദിക്കുമ്പോൾ കള്ള് കുടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കള്ള് കുടിച്ച് വീട്ടിൽ വന്നിട്ട് എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കള്ളിൻ്റെ മണം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. വ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമല്ല, പക്ഷേ അയാൾക്ക് ഉത്തരങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, വീട്ടിൽ നിന്നിട്ടല്ല കള്ള് കുടിക്കുക, ബാറിൽ പോയിട്ടാണ് കുടിക്കുക. എന്നിട്ട് ബാറിൽ വന്നിട്ട് മണക്കുമോ എന്ന് ചോദിച്ചാൽ പറയും അത് മണക്കാതിരിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ അയാൾക്ക് അറിയാം. എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം, അതൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് സ്മെല്ല് ചെയ്യൂല എന്ന് പറയും. അപ്പോൾ അത് വന്നിട്ട് ഉപദ്രവിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു സമയത്ത് ദേഷ്യം പിടിച്ച സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ചീത്ത പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ആ ചീത്ത പറഞ്ഞതിനെ അങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പണ്ട്, അത് കള്ളുപിടിച്ച് വന്നിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അതിനെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സംഗതികളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പെർസിക്യൂട്ടറി എന്ന് പറയുമ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് കൂടെയുള്ള ചിലപ്പോൾ ഫ്രണ്ടായിരിക്കും, ഉറ്റ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരായിരിക്കും, ഇവരൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് എന്നുള്ള രീതിയിലും സംശയങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന സമയത്ത് കൺമുമ്പിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിൽ വിഷം തേച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടാവും. അപ്പം മുമ്പ് തന്നെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ വിശ്വസിക്കുന്നത് ഇതിൽ വിഷം എപ്പോഴോ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നല്ല എടുത്ത് തന്നത് ഇതിൽ വിഷം തേക്കാനുള്ള നേരം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ആ കുപ്പിയിൽ വിഷം നിറച്ച് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ആ കുപ്പിയിൽ നിന്നാണ് എനിക്ക് തരുന്നത്, അത് കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ളത് പറയും. മുമ്പ് വന്നിട്ടുള്ള വേറൊരു കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം
കൂടപ്പിറപ്പ് അഥവാ ഏട്ടനാണ്, ഏട്ടൻ്റെ കൂടെ കിടക്കുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഏട്ടനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും ഇയാൾക്ക് പേടി. എന്നിട്ട് ഏട്ടന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് കിടക്കാനോ അല്ലെങ്കിൽ തിരിയാനോ ഒന്നും പറ്റില്ല. ആ തിരിയുന്ന സമയത്ത് ഈ കട്ടിൻ്റെ അടിയിൽ നിന്ന് കത്തി എടുക്കുകയാണോ, എൻ്റെ അരിയിൽ കത്തി ഉണ്ടോ, ഇന്നെ കൊല്ലാൻ നിൽക്കുകയാണോ എന്നുള്ള രീതിയിൽ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം അനിയനെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇഷ്ടവും സ്നേഹമൊക്കെയാണ്. പക്ഷേ ഏട്ടൻ്റെ കൂടെ കിടക്കുന്ന സമയത്ത് എന്നെ കൊല്ലാൻ നിൽക്കുകയാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഏട്ടന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടനാണ് അവസാനം ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത്. അത് വരാനുണ്ടായിരുന്ന പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് മിക്കവാറും സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ കൂടെയുള്ള ഒരാൾ ബിസിനസ് പാർട്ട്ണറൊക്കെ ആയിരുന്നു, ഇയാളെ ചതിച്ച് പോയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള തോട്ടുകളൊക്കെ വരാൻ തുടങ്ങിയത്. അതിനുശേഷം എല്ലാ ആളുകളും ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾക്ക് സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇതേപോലെ തന്നെ വേറെ ഒരു ഫ്രണ്ട്, രണ്ടാളുകൾ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ പറയുന്നത് ഇയാൾ രാത്രി ആയിക്കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ്, നിങ്ങൾ രണ്ടാളും നല്ല സുഹൃത്തുക്കളല്ലേ, നല്ലോണം സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞത് ഇപ്പം നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യും, യാതൊരു കുഴപ്പമില്ല, നല്ല സുഹൃത്തുക്കളെ പോലൊക്കെ നിൽക്കും. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ അരയിൽ കത്തിയുണ്ട്, കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും എന്നുള്ള രീതിയിലാണ് അയാളുടെ അതിൻ്റെ ഒരു മറുവാദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് തെളിവുകൾ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്തും അതിന് മറുപടിയായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളൊക്കെ കൊണ്ടുവരും. അത് കേൾക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര അബദ്ധമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് അവരുടെ ഒരു ഡെലൂഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ തകർക്കാൻ പറ്റാത്ത വിശ്വാസങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഡെലൂഷൻ ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത്. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. കാത്തിരിക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റിന് പോവുക എന്നുള്ളത് നിർബന്ധമാണ്. വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.